ഇസ്രായേൽ യുദ്ധത്തിൽ ഇപ്പോൾ അമേരിക്ക കൂടി വന്നിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നു, ഇറാനെതിരെ താങ്കളും ഇത്തരത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടും, ഇറാൻ സമാധാന അന്തരീക്ഷം നിലനിർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആണവ കരാറിൽ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക കൂടി ഇസ്രായേലിനോടൊപ്പം ചേരും എന്നുള്ളത് സൂചന നൽകിയിരുന്നു. ഈ 2 ആഴ്ച എന്തിനായിരിക്കാം ട്രംപ് ഈ ഒരു കാലാവധി പറഞ്ഞിരിക്കുന്നത്? ഈ 2 ആഴ്ച ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന് തന്നെയായിരുന്നു. അതാണ് ഇന്ന് രാവിലെ ഇറാനിൽ നടന്നത്. 3 ആണവ നിലയങ്ങൾക്ക് നേരെയാണ് അമേരിക്ക ബോംബർ വിമാനങ്ങളിൽ ആക്രമണം നടത്തിയത്. ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ നിലയങ്ങളിലാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇസ്രായേലും അമേരിക്കയും മെയിൻ ലക്ഷ്യം വെച്ചത് ഫോർദോ എന്ന് പറയുന്ന ആണവ നിലയത്തിലേക്കാണ്. എന്തായിരിക്കും ഈ ഫോർദോയിൽ തന്നെ അമേരിക്ക ലക്ഷ്യം കൂടുതൽ വെച്ചത്? എന്തായിരിക്കാം ഇസ്രായേൽ ഫോർദോയെ പൂർണ്ണമായും നശിപ്പിക്കണമെന്നുള്ള നിലയിലേക്ക് വന്നത്? അതിനും കാരണമുണ്ട്. 2004 ഇറാൻ ഇത്തരത്തിൽ ഒരു ആണവ സമ്പുഷ്ടീകരണം, ആണവ ആയുധങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഈ ഫോർദോ തിരഞ്ഞെടുത്തത്. കാരണം ഏകദേശം ഇറാനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് ഈ ഫോർദോ കിടക്കുന്നത്. ഏകദേശം വളരെ ദൂരെ തന്നെയാണ് ഈ ഫോർദോ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പുറമേ നിന്ന് നോക്കിയാൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഏകദേശം 200-290 ഏകദേശം 255 മുതൽ 295 അടി താഴേക്കാണ് ഇതിൻ്റെ ഈ ഒരു ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നതിൻ്റെ പ്രക്രിയകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ വേറെ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവർ ഈ ഒരു 100 കിലോമീറ്റർ അകലെയായിട്ട് ഈ ടണൽ നിർമ്മിച്ചത് അന്ന് തന്നെ അമേരിക്കയ്ക്കും ഇത്തരത്തിൽ ഇസ്രായേലിന് സംശയാസ്പദമായിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പലതവണ ഇറാനോട് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തോ ഒരു പുതിയ പദ്ധതിക്കാണ് അവിടെ പ്ലാൻ ചെയ്യുന്നതെന്നുള്ള മനസ്സിലായി. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും സ്പൈ വർക്കുകളുണ്ട്, ഇതിനിടയിലുള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് വേണ്ടുന്ന ഈ പറഞ്ഞോണം ഇറാനിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ ഇറാനോട് അത് ഈ ഒരു ആണവ സമ്പുഷ്ടീകരണം അല്ലെ ആണവ ആയുധ നിർമ്മാണം കൂടുതൽ പാടില്ല എന്നുള്ളത് പല തവണയായിട്ട് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇറാൻ അതൊന്നും തന്നെ കേൾക്കാതെ 2004 ഈ ഒരു ടണൽ നിർമ്മിക്കുകയും അവിടെ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റ് നിർമ്മിക്കുകയാണ് ചെയ്തത്. ഒരു പുതിയ ഏകദേശം അവിടെ കൃത്യമായിട്ടുള്ള കാര്യം അറിയില്ലെങ്കിലും കാരണം അവിടെ പുതിയ ഒരു ആണവ പരീക്ഷണം തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ആണവ ആയുധ നിർമ്മാണമാണ് അത്. ഒരു പക്ഷേ അമേരിക്കയും ഇസ്രായേലും മറ്റുള്ള ഒരു പക്ഷേ സൗദിയൊക്കെ പോലുള്ള മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ ഒരു ആണവ ആയുധം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ തക്ക രീതിയിൽ ഇറാന് ഒരു ബലം അല്ലെങ്കിൽ ഒരു ആയുധം തന്നെയാണ് അതിൽ നിന്നുണ്ടാവുന്നത്. ഏകദേശം അതിൻ്റെ നിർമ്മാണം 60% കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഈ ഒരു ആക്രമണത്തോടു കൂടി അത് നശിച്ചേക്കാം. എന്നാൽ 90% കഴിഞ്ഞതെങ്കിൽ അവർക്കത് ഒരു ആണവായുധമായിട്ട് തന്നെ അത് രൂപപ്പെടുത്തിയെടുക്കാൻ വലിയ താമസമൊന്നുമില്ല. എന്ത് തന്നെയായാലും എത്രമാത്രം അത് വികസിപ്പിച്ചിട്ടുണ്ട്, എത്രമാത്രം അത് വിപുലീകരിച്ചിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിവില്ല. ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ ഈ ഒരു ആണവായുധ നിലയത്തിലെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അവിടെ യാതൊന്നുമില്ല എന്നുള്ളതാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ അമേരിക്ക പറയുന്നത് ഈ 3 നിലയങ്ങളും തരിപ്പണമായിട്ടുണ്ട്. കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്ന B2 ബോംബറുകളാണ്. ഈ B2 ബോംബറുകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് ഏകദേശം 13,000 കിലോഗ്രാമോളം, അതിൽ കൂടുതൽ കിലോഗ്രാമോളം വരുന്നതാണ്. ഇത് 200 മുതൽ 250 അടി, അതായത് മലയാണെങ്കിലും മറ്റ് കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് എന്തായാലും ഇടിച്ച് താത്തുകൊണ്ട് ഈ ബോംബറുകൾക്ക് അതിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് അമേരിക്കയുടെ കൈവശം മാത്രമേ ഉള്ളൂ. ഏകദേശം 19 എണ്ണമാണ് അമേരിക്കയുടെ കൈവശം ഇതുള്ളത്. B2 സ്റ്റെൽറ്റർ ബോംബറുകളാണ് ഇതിൻ്റെ ഒരു സ്റ്റെൽറ്റർ ബോംബറുകൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് ബങ്കറുകൾക്ക് അകത്ത് തന്നെ ചെന്ന്, അതായത് എത്ര വലിയ കെട്ടിടങ്ങളാണെങ്കിലും കോൺക്രീറ്റ്
ഇതാണെങ്കിലും മലയാണെങ്കിലും അതിനെ തുളച്ച് കീറിക്കൊണ്ട് അവിടെ ചെന്ന് ഇതിനെ തരിപ്പണമാക്കാൻ പറ്റും. അത്രയ്ക്ക് ശക്തിയുള്ള ഒരു സംവിധാനം തന്നെയാണ് ഈ B-2 ബോംബറുകൾ. അത് കൃത്യമായിട്ട് ഇതിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് റഡാറുകൾ, പക്ഷേ അവർക്ക് വലിയൊരു സംശയമായിരുന്നു. കാരണം ഇറാൻ്റെ റഡാറുകളെ എങ്ങനെ കബളിപ്പിച്ച് ഇതിനകത്ത് കയറണം എന്നുള്ളതൊക്കെ വളരെയധികം പ്രശ്നമുള്ള കാര്യങ്ങളായിരുന്നു. എന്ത് തന്നെയായാലും അത് തന്നെയാണ് ഇവിടെ വിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇത് ഈ ഒരു ഇറാനിൻ്റെ ഈ ഒരു ആണവ സമ്പുഷ്ടീകരണം, ഫോർദോയിലെ ആണവ സമ്പുഷ്ടീകരണത്തിന് 255 മുതൽ 295 അടി വരെ ഭൂഗർഭ അറയുണ്ട്. മാത്രമല്ല ഇതിന് ചുറ്റും റവല്യൂഷണറി ഗാർഡ് ഉണ്ട്. കാരണം വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ആണവ നിലയം തന്നെയാണ്, അതീവ സുരക്ഷിതമായിട്ടുള്ള ആണവ നിലയാണ്. അത്രയും സെക്യൂരിറ്റി ഗാർഡുകൾ. അപ്പോൾ ഇതിനെയൊക്കെ ഭേദിച്ചാണ് അമേരിക്ക ഇത്തരത്തിൽ ബോംബ് വർഷിച്ചത് എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല. ഇറാൻ പറയുന്നത് അവിടെ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഒരു വികിരണങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം അത് മറ്റുള്ള ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഈ ആണവ നിലയത്തിലേക്കുള്ള ആക്രമണം വേണ്ട എന്നുള്ളത്. കാരണം അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അവിടെ അണുവികിരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് തൊട്ടടുത്തുള്ള രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം പണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെ ഉണ്ടായ സംഭവങ്ങളുടെ അപകടങ്ങൾ ഇന്നും വിട്ടുമാറാതെ ലോകരാജ്യങ്ങൾ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെതിരെ പല രാജ്യങ്ങളുമുണ്ട്. ആണവ നിലയങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വേണ്ട എന്നുള്ളതാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ ഈ 3 ആണവ കേന്ദ്രങ്ങൾ, അതായത് ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ, പ്രധാനമായിട്ടും അമേരിക്ക നോട്ടമിട്ടത് ഫോർദോയെ തന്നെയാണ്. കാരണം ഇറാൻ ഇത്തരത്തിലുള്ള പുതിയ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് തടുക്കാൻ വേണ്ടി തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ഇത്തരത്തിൽ ഇറാനെ ആക്രമിച്ചത് തന്നെ. കാരണം ആണവ സമ്പുഷ്ടീകരണം, ആണവ ആയുധങ്ങൾ ഇനി നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളതിനെ കവച്ചു വെച്ചുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്തത്. എന്ത് തന്നെയായാലും ഇതൊരു 2 ആഴ്ച മുന്നേ ഉള്ള പ്ലാനിങ് തന്നെയായിരുന്നു. ഇസ്രായേലിൻ്റെ സഹകരണത്തോടു കൂടിയുള്ള പ്ലാനിങ് തന്നെയായിരുന്നു. ചില വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇസ്രായേലിന് ഇത്തരത്തിൽ നമ്മൾ ഈ ചാവേറുകൾ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇസ്രായേൽ സൈനികരിൽ ഇത്തരത്തിലുള്ള കുറച്ച് ചാവേറുകൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ അത്തരത്തിലുള്ള സ്ക്വാഡുകളുണ്ട്. അവരെന്തിനും തയ്യാറാണ്. അവർ ഏത് തരത്തിൽ വേണമെങ്കിലും ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ, കാരണം അവരുടെ ജീവനെ വില കൽപ്പിക്കാതെ തന്നെയാണ് ഇത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്. അത്തരത്തിലുള്ള സ്ക്വാഡുകൾ ഇത്തരത്തിൽ അമേരിക്കയെ സഹായിച്ചതിൻ്റെ ഫലമായാണ് അവർക്ക് ഈ B-2 ബോംബറുകൾ ഇവിടെ വിക്ഷേപിക്കാൻ സാധിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അതിന് മുന്നോടിയായിട്ട് അവർ ചെല്ലുക, അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്ത് തന്നെയായാലും കൃത്യമായിട്ട് തന്നെ 3 സ്ഥലങ്ങളിലായിട്ട് ഇറാൻ്റെ 3 സ്ഥലങ്ങളിലായിട്ടാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിന് മുന്നോടിയായിട്ട് ഇസ്രായേൽ ആണവ ശാസ്ത്രജ്ഞനായ എയ്ദാർ തബായിയെ കൊലപ്പെടുത്തി എന്നുള്ള അവകാശവാദവും വരുന്നുണ്ട്. കാരണം അദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ ഈ ഒരു ആണവായുധ നിർമ്മാണത്തിൻ്റെ മെയിൻ തലച്ചോറ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഗുവാം ദ്വീപിൽ നിന്നാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇന്നലെ ഇറാനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്. പക്ഷേ ഇതിനിടയിൽ പല രാജ്യങ്ങളും പറഞ്ഞിരുന്നു ഇത് ഇത്തരത്തിൽ പാടില്ല എന്നുള്ളത്. കാരണം അമേരിക്ക കൂടി ഇത്തരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് മറ്റു വലിയ യുദ്ധത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഖമേനിയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ അമേരിക്കയുടെ ലക്ഷ്യം. കാരണം ഖമേനിയാണ് ഇത്തരത്തിൽ ഈ രാജ്യത്തിന് ഇങ്ങനെയുള്ള ആണവായുധങ്ങളെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടുന്ന പ്രധാനപ്പെട്ട ഇത് ചെയ്യുന്നതെന്നും ഖമേനി എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ആവശ്യകത. മാത്രമല്ല ഈ ഭൂഗർഭ ആണവ കേന്ദ്രമായ ഫോർദോ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. കാരണം അവിടെ പ്രധാനപ്പെട്ട ചില പുതിയ നിർമ്മാണങ്ങൾ നടക്കുന്നു. ഈ ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇറാനെ അടിക്കാൻ തന്നെ കാരണം ഇനി സമാധാനം വേണമെന്നും ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇതോടെ യുദ്ധം അവരുടെ ലക്ഷ്യം സാധിച്ചു, ഇനി യുദ്ധം അവസാനിപ്പിക്കണം. അല്ലാതെ ഇറാനെ യുദ്ധം ചെയ്യാനോ ഇറാനെ കൈക്കലാക്കാനോ കൈപ്പിടിയിലാക്കാനോ മറ്റൊന്നുമല്ല. പക്ഷെ അവരുടെ ലക്ഷ്യം ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതായിരുന്നു. അത് ഇസ്രായേലിൻ്റെ സഹകരണത്തോട് തന്നെ നടന്നു. പക്ഷേ ഇറാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. ഇറാൻ ഇതിനെ തിരിച്ചടക്കി. കാരണം അമേരിക്കയുടെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ചേർന്ന് കിടക്കുന്ന പശ്ചിമേഷ്യയിലെ നിരവധി
കേന്ദ്രങ്ങളുണ്ട്. അത് നേരത്തെയും ഇറാൻ പറഞ്ഞിരുന്നു, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നിർണായകമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളെ തിരിച്ചടിക്കും എന്നുള്ളത്. അത് ഇറാൻ വളരെ എളുപ്പമാണ് അങ്ങനെ ഇനിയിപ്പോൾ ഇറാൻ അത് ഏത് കേന്ദ്രം എങ്ങനെയൊക്കെ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇനിയുള്ള നിമിഷങ്ങൾ, മണിക്കൂറുകളൊക്കെ നിർണായകമാണ്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഉടൻ ഹോർമുസ് എന്ന് പറയുന്ന ഈ ഒരു ലോകത്തിലെ ചരക്ക് നീക്കം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിപണി ഈ ഒരു കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. അപ്പം അത് ഹോർമുസ് അടയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇറാനിൻ്റെ അവകാശവാദം. എന്തായാലും അത് അടയ്ക്കുവാണെങ്കിൽ എണ്ണവില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. നിരവധി ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവാൻ സാധ്യത, നിരവധി കാര്യങ്ങൾ ആ ഒരു കടലിടുക്കിലൂടെയാണ് ഈ ഒരു കപ്പൽ ചരക്കുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിൽ മുഴുവൻ ആ ഒരു പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്ത് തന്നെയായാലും ഇനിയിപ്പോൾ ഇറാനോടൊപ്പം അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിന്നപ്പോൾ തന്നെ ഇനി റഷ്യയുടെയും ചൈനയുടെയും തീരുമാനം എന്താണെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യയും ചൈനയും കൂടി ഇത്തരത്തിൽ ഇറാനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ കടക്കും. അമേരിക്കയ്ക്ക് തിരിച്ച് അടി തന്നെ ഉണ്ടാവും, ഇസ്രായേലിനും ഒപ്പം ഉണ്ടായിരിക്കും. ഹമാസ് പറയുന്നത് ഇറാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്തായാലും ഒട്ടും അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്ക 2 ആഴ്ചയുടെ സാവകാശം കൊടുത്തിട്ട് ഇത്തരത്തിൽ ഇറാനെ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇത് എന്ത് ഉദ്ദേശത്തിലാണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ അമേരിക്ക ഇതിന് മുന്നിട്ടിറങ്ങിയത് കൊണ്ട് ഇത് മറ്റു രാജ്യങ്ങൾ ഏത് തരത്തിൽ ഏറ്റെടുക്കും എന്നുള്ളത് കണ്ടിരിക്കേണ്ടതാണ്.